അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റെറീന മെൻഡസ്. ഇതെൻ്റെ ഭർത്താവ് ക്ലെവിൻസ്റ്റൺ. ഇതെൻ്റെ കുഞ്ഞ് ഹെനിയേൽ ആൻ്റോണിയോ. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്ന് എനിക്കൊരു സ്വന്തമായി ഭവനം ലഭിച്ചതിന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അത് 10 ആഴ്ച ആയപ്പോൾ തന്നെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല, ഈ കുഞ്ഞ് ഓൾറെഡി അബോർട്ടായി എന്ന് പറയും, DNC ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൺസീവ് ആയപ്പോൾ ആദ്യത്തെ കുഞ്ഞിന് പറഞ്ഞ അതേ സിംറ്റംസ് തന്നെ പറയുകയും 12ാമത്തെ ആഴ്ചയിൽ സ്കാനിങ്ങിന് ചെന്നപ്പോൾ വീണ്ടും സെയിം ഇഷ്യൂ പറഞ്ഞ് ഈ കുഞ്ഞ് അബോർട്ടായി. DNCക്കുള്ള ഡേറ്റ് വരെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി ഫസ്റ്റത് പോയതിൻ്റെ മാനസിക വിഷമത്തിൽ നിന്ന് മാറി വന്നേ ഉണ്ടായുള്ളൂ. പെട്ടെന്ന് തന്നെ രണ്ടാമത്തത് കൺസീവ് ആയപ്പോൾ ഒരുപാട് സന്തോഷിച്ചെങ്കിലും അതേ സെയിം കംപ്ലയിൻറ്റ് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു പോയി. പിന്നെ ഞാൻ മൊത്തത്തിൽ എനിക്ക് ജോലിക്കൊക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ചെല്ലേണ്ടതൊക്കെല്ലാം എന്തുകൊണ്ടാണ് ഈ ജോലിയിൽ ഇത്രയും ഗ്യാപ്പ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു കാരണം പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുമെങ്കിലും എൻ്റെ മാനസികാവസ്ഥ നിന്ന് മാറാൻ വേണ്ടിയാണ് ഞാൻ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ഈ രണ്ടാമത്തത് കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊട്ടും മനസ്സുണ്ടായിരുന്നില്ല കളയാൻ വേണ്ടി. ഞാൻ അന്ന് തന്നെ ഹസ്ബൻഡായിട്ട് നേരെ കൃപാസനത്തിലോട്ട് വന്നു. ശരിക്കും ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞ ഞാൻ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ആദ്യം തന്നെ മാതാവിനെക്കുറിച്ച് ഓർത്ത് ഓടി വരേണ്ടതാണ്. പക്ഷെ ഞാൻ അതിൽ ചെറിയൊരു വീഴ്ച വരുത്തി. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു വിഷമം തരണേന്ന് ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ച കാരണം മാതാവിനോട് പരാതിപ്പെട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ രണ്ടാമതും കളയണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ടോക്കൺ ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ അച്ഛനെ കാണണമെന്ന് എൻ്റെ മനസ്സിലുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാണാൻ പറ്റുമോ, ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഓൾറെഡി നേരിയ ബ്ലീഡിങ് ഒക്കെ വന്നു തുടങ്ങി. ആ സമയത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നിട്ടും ഞാൻ എന്നെ മാതാവ് അച്ഛൻ്റെ മുമ്പിൽ എത്തിച്ചെന്നുള്ള രീതിയിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ എൻ്റെ വയറ്റിൽ കൈ വെച്ചിട്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വിഷമിക്കരുത്, നിനക്ക് ഈ കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കിട്ടും എന്നുള്ളൊരു വാക്കാണ് അച്ഛൻ്റെ വായിൽ നിന്ന് പ്രതീക്ഷിച്ചതെങ്കിലും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം ഷോക്കായി നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് അടുത്തൊരു കുഞ്ഞിനെ മാതാവ് തരും. അത്രയും നേരം എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും ഞാൻ മാതാവിന് കൊടുത്തിട്ടും പറഞ്ഞു, ശരി, എന്തെങ്കിലും ഒരു കുറവുള്ള കുഞ്ഞായതുകൊണ്ടായിരിക്കാം മാതാവിനെ നീ എടുത്തത്, സാരമില്ല എന്നുള്ള വിഷമത്തിൽ തന്നെ ഞാൻ തിരിച്ചു പോയി. എൻ്റെ DNC കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ കുറച്ചും കൂടി ആത്മാർത്ഥമായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൺസീവായി. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സ്കാനിങ്ങിനൊക്കെ പോകാൻ. ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടുമോ, ഇതും പോയാൽ എനിക്ക് ഭയങ്കര ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്യാവശ്യം എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എന്നുള്ള രീതിയിൽ നേരിടുന്ന ഒരു കാര്യമാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും നിന്നെ മാതാവ് അനുഗ്രഹിക്കണില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം. അത് ബന്ധുക്കളിൽ നിന്നാവുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമം വരും. പക്ഷേ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ നല്ലോണം പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും വിശുദ്ധ തൈലം വയറ്റിൽ പുരട്ടിയും ഉപ്പ് കഴിച്ചും സ്കാനിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ അനക്കമില്ല എന്നൊക്കെ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ വിശുദ്ധ തൈലവും ഉപ്പുമൊക്കെ എടുത്ത് ഞാൻ കഴിക്കുമായിരുന്നു, വയറ്റിൽ പുരട്ടുമായിരുന്നു. 5ാം മാസത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ കുഞ്ഞ് തലകീഴായി കിടക്കുമായിരുന്നു. ഒരു നിവരണം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആരാധന എടുത്ത് ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു. ആരാധന എടുത്ത് പ്രാർത്ഥിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് നേരെയാവുകയും സ്കാനിങ് ഒക്കെ നന്നായിട്ട് കഴിയുകയും ചെയ്തു. പക്ഷെ 5ാമത്തെ സ്കാനിങ്ങിൽ പറഞ്ഞു, ചെറിയൊരു ഡോട്ട് കൊച്ചിൻ്റെ ഹാർട്ടിലുണ്ട്, പക്ഷെ അത് പേടിക്കണ്ട, പ്രസവിച്ച് കഴിയുമ്പോൾ മിക്ക കുഞ്ഞുങ്ങൾക്കും അത് മാറിപ്പോവാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ വിശുദ്ധ തൈലം ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേ എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ 9ാം മാസം ആയപ്പോൾ സമയത്ത് അതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോയി. 9ാം മാസമായ സമയത്ത് ഞാൻ ചെക്കപ്പിന് ചെന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. സിസേറിയൻ ആയിരിക്കുമോ നോർമലായിരിക്കുമോ, പിന്നെ അടുത്ത ടെൻഷനായി. എങ്ങനെയെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടണം എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പരിശുദ്ധ അമ്മ എനിക്ക് നവംബർ 3-ാം തീയതി
പൂർണ്ണ ആരോഗ്യമുള്ളൊരു മകനെ തന്നെ തന്ന് എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു. ഞാനപ്പോൾ ഒരുപാട് നന്ദി പറയും. കാശ് രൂപം കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നത്. എനിക്ക് സിസേറിയനായിരുന്നു. നോർമൽ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ സിസേറിയനായി. എങ്കിലും എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തന്നു. അതിനുശേഷം ജനിച്ച് കഴിഞ്ഞിട്ട് ഇക്കോ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിൻ്റെ ആ ഒരു ഡോട്ട് എന്നുള്ളത് മാറിയിട്ടുണ്ട്, പക്ഷേ പകരം ഒരു ഹോള് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും എന്തായി, എന്നെ വീണ്ടും വീണ്ടും പരീക്ഷിക്കണേണ് ആ മാതാവ്. ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിനെ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് തരണ്ട നീ കുഞ്ഞിനെയെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ദൈവത്തിനോട് ഞാൻ പരാതി പറയാൻ തുടങ്ങി. എല്ലാ ദിവസവും ഉറങ്ങുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ച് ഞെട്ടിയായിരിക്കണം. ഉറക്കമേ ഉണ്ടായിരുന്നില്ല. 6 മാസം കഴിഞ്ഞിട്ടേ കുഞ്ഞിനെ ഇനി സ്കാൻ ചെയ്യണം, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് തന്നെത്താനെ അടയും, ചിലവർക്ക് അടയും ചിലവർക്ക് അടയില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ സ്കാനിങ്ങിന് പോയത്. കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. അവനെല്ലാ ദിവസവും ഞാൻ വിശുദ്ധ തൈലം അവൻ്റെ നെഞ്ചിൻ്റെ അവിടെയും നെറ്റിയിലെല്ലാം പേരട്ടി പ്രാർത്ഥിക്കും. കൃപാസന മാതാവിൻ്റെ ഫോട്ടോ നോക്കി നല്ല ചിരിയാണ് എൻ്റെ മോൻ, അമ്മ തന്ന കുഞ്ഞാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. അമ്മയ്ക്ക് ഒരുപാട് നന്ദി. രണ്ടാമതായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എൻ്റെ സഹോദരന് മൂന്നാമതായിട്ടുള്ള സാക്ഷ്യം എൻ്റെ സഹോദരന് ഫോൺ അഡിക്ഷൻ ഉണ്ടായിരുന്നു. അതായത് കൊറിയൻ പടം കാണുക എന്നുള്ളൊരു ശീലം രാത്രി. അപ്പം അത് ഓർത്ത് എൻ്റെ മമ്മി ഒരുപാട് വിഷമിക്കുമായിരുന്നു. കാരണം രാവിലെ എണീക്കാൻ വൈകണം, ജോലിക്ക് പോകാൻ ലേറ്റ് ആവണം. അപ്പം ആ ശീലം ഒന്ന് മാറ്റണേ മാതാവി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ അവൻ ശീലം മാറ്റുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇപ്പോൾ ആദ്യമായിട്ട് പുതുക്കാൻ വേണ്ടി എൻ്റെ കൂടെ വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവന് ഛർദിലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൃപാസനത്തിൽ ഒരു തവണ വന്ന് പോയി ഭയങ്കര ഛർദിലും ഇതൊക്കെയായിരുന്നു. അപ്പോൾ അവന് ദൂരയാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൻ്റെ നല്ലൊരു ജോലിക്ക് പോലും വിദേശത്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. മാതാവ് ഇപ്പോൾ അവന് കോയമ്പത്തൂർ നല്ലൊരു ജോലി നൽകി, മാനേജേഴ്സ് ജോലി നൽകി അനുഗ്രഹിച്ചു. അവൻ്റെ ഛർദിലും മാതാവ് പൂർണ്ണമായി എടുത്തു മാറ്റി. ഇപ്പോൾ യാതൊരുവിധ കുഴപ്പവുമില്ല. എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിന് 1000 നന്ദി. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത്, എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റായിരുന്നു. 2 തവണ ഇങ്ങനെ അബോർഷനും കാര്യങ്ങളൊക്കെ വന്നത് കാരണം ഞാൻ റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ ഞാൻ ഡെയിലി കാണുകയും അത് എല്ലാ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും ഞാൻ ഷെയർ ചെയ്യുകയും പത്രം വാങ്ങിച്ച് ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ 7 മാസമായിരുന്ന സമയത്ത് എൻ്റെ കസിനെ കൊണ്ട് ഞാൻ പത്രം വാങ്ങിപ്പിച്ച് എൻ്റെ ബന്ധുക്കൾക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ 9ാം മാസം സ്കാനിങ്ങിന് പോയ സമയത്ത് ഹോസ്പിറ്റലിൽ ഒരു ചേട്ടൻ വയ്യാതെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളി എന്തോ മെഡിസിൻ എന്തോ കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് വന്നിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ കയ്യിൽ എപ്പോഴും വിശുദ്ധ ഉപ്പും തൈലവും ഉണ്ടാവും. ഞാനപ്പോൾ അതൊക്കെ അവർക്ക് കൊടുത്ത് അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് രോഗസൗഖ്യം നൽകണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ സാക്ഷ്യം. വിശ്വാസ ജീവിതത്തിലേറെ പ്രത്യേകിച്ചും ഇപ്പം എല്ലാ ദിവസവും തന്നെ ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ അൾത്താരിൽ വരുവാനായിട്ട് ദൈവം അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ഒരുപാട് യുവാക്കന്മാരായിട്ടുള്ള കുടുംബം ഒരുമിച്ച് ഇവിടെ വന്ന അൾത്താരയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പരിശുദ്ധ അമ്മ ഒരു പക്ഷേ ആഗ്രഹിക്കുന്നതുകൊണ്ടും ഈ ലോകത്തിനോട് സംവദിക്കുവാനായിട്ട് ഇതൊരു വലിയൊരു അവസരമായി കാണുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യം ഈ കുഞ്ഞിനെ പ്രതിയിട്ടുള്ളതാണ്. അതായത് വിവാഹത്തിന് ശേഷം 2 പ്രാവശ്യം അത് ഗർഭിണിയായതും പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടു എന്നുള്ളതും, അച്ഛൻ ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കുഞ്ഞ് നഷ്ടപ്പെടും എന്ന പരിശുദ്ധ അമ്മ നിങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകും എന്ന് അച്ഛൻ പറഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം ഈ കുഞ്ഞിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടായിരുന്ന സമയത്തും അത് ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെ പ്രാർത്ഥിച്ച് ആരോഗ്യമുള്ളൊരു കുഞ്ഞുമായിട്ട് ഈ അൾത്താരിൽ വരുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പം വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയോടും അല്ലെങ്കിൽ ഉടമ്പടിയോട് തന്നെ ഇവർ രണ്ടുപേരും വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ചേർന്ന് നിൽക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവർ സമയം കണ്ടെത്തി ഈ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഇന്നിവിടെ എത്തത്തില്ല. അപ്പം ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഈ കുടുംബങ്ങൾ ഈ സാക്ഷ്യങ്ങൾ പറയാൻ ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇനി അവർ കുടുംബ പ്രാർത്ഥന മുടക്കുന്നില്ലെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിൽ ആ നിൽപ്പിലും ആ സാക്ഷ്യം പറയുന്ന ഇതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഒരു പ്രാർത്ഥനയിൽ ഒരുമിക്കുന്ന കുടുംബമാണെന്നുള്ളത്. ഒപ്പം ധ്യാനം കൂടുന്നതിൽ എല്ലാ കാര്യത്തിലും ഒരു ക്ലിയറായിട്ടും വൃത്തിയായിട്ടും അതിൻ്റെ ഒരു സ്ഥിരതയോടും ചെയ്യാനായിട്ടൊരു ശ്രമം എല്ലാ സാക്ഷ്യം പറയുന്നവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിലും ഉണ്ട്. ഇവരെ പ്രത്യേകിച്ച് വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ദൈവാനുഭവത്തിലേക്കും വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്കും ഒക്കെ കടന്നു വരാൻ ഈ ഉടമ്പടി ഇവരെയൊക്കെ സഹായിക്കുന്നുവെങ്കിൽ പരിശുദ്ധമ്മ ഒരുപാട് കൂടെ നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരെ പ്രത്യേകിച്ച് ഇവർക്ക് നൽകിയ കുഞ്ഞിനെ പ്രതിയും
ഒപ്പം ലഭിച്ച വിശ്വാസത്തിൻ്റെ എല്ലാവിധ അനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.